സ്നേഹമുള്ളവരെ, മാർപ്പാപ്പയോടൊപ്പം പ്രാർത്ഥിക്കുവാനായിട്ട് വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് നമ്മളിന്ന് ആയിരിക്കുക. വിശ്വാസികളും വൈദികരും സിസ്റ്റേഴ്സും മെത്രാന്മാരും അവരവരുടെ സ്ഥലങ്ങളിൽ ആയിരുന്നു കൊണ്ട് മാർപ്പാപ്പയെ കാത്തിരിക്കുകയാണ്. മാർപ്പാപ്പ ഇരിക്കുന്ന സ്ഥലമാണ് നമ്മളിവിടെ കാണുക. ഫിറ്റ്സ് ഗാർഡ് മാർപ്പാപ്പയെ സ്വീകരിക്കുവാനായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ് ലീഹായുടെ കബറിടം നമുക്കിവിടെ കാണാം. കൊയർ അതിമനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്നു. അവരോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം. വചന വായനയ്ക്ക് ശേഷം മാർപ്പാപ്പ തൻ്റെ പ്രസംഗത്തിൽ ജൂബിലി വർഷത്തെക്കുറിച്ചാണ് പറഞ്ഞത്. 2025 വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജൂബിലി വർഷമാണെന്നും വത്തിക്കാൻ അതിൻ്റെ 1700-ാം ആണ്ട് ആഘോഷിക്കുന്ന 2025 ജൂബിലി വർഷത്തിൽ അതിൻ്റെ തീം പ്രത്യാശയോടുകൂടെ തീർത്ഥയാത്ര ചെയ്യുവാനായിട്ടുള്ള പിൽഗ്രിം ഓഫ് ഹോപ്പ് എന്നുള്ളതാണ് അതിൻ്റെ തീം എന്നെടുത്ത് പറയുകയുണ്ടായി. ഈ ജൂബിലി വർഷത്തിൽ 7 ഹോളി ഡോറുകളും തുറക്കുന്നതിനെ കുറിച്ച് മാർപ്പാപ്പ പറഞ്ഞു. 7 ഹോളി ഡോറുകൾ 4 റോമിൽ തന്നെയാണ്. സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ഡോറ്, സെൻറ്റ് പോൾ ബസിലിക്കയുടെ ഹോളി ഡോറ്, സെൻറ്റ് മേരീസ് മേജർ ബസിലിക്കയുടെ ഹോളി ഡോറ്, ലാറ്ററൻ ബസിലിക്കയുടെ ഹോളി ഡോറ്, അതോടൊപ്പം തന്നെ മറ്റ് 3 ഡോറുകൾ, ഒന്ന് സ്പെയിനിലുള്ള കത്തീഡ്രൽ പള്ളിയുടെ, ഫ്രാൻസിലുള്ള പള്ളിയുടെ, അതുപോലെ തന്നെ ഫിലിപ്പീൻസിലെ മിലാനിലെ പള്ളിയുടെയാണ്. ഈ ഡോറുകളൊക്കെ തുറക്കുന്നതിനെ കുറിച്ച് പറയുകയുണ്ടായി. അതുപോലെ തന്നെ റോമിലേക്ക് വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ പൗലോസ് ലീഹായുടെയും ഖബറിടങ്ങളിലേക്ക് തീർത്ഥയാത്ര നടത്തുവാനും കുമ്പസാരിച്ച് ഹോളി ഡോറിലൂടെ പ്രവേശിച്ച് ദണ്ഡവിമോചനം പ്രാപിക്കുവാനൊക്കെ ആയിട്ട് മാർപ്പാപ്പ പ്രത്യേകം പറയുകയുണ്ടായി. ഭാവിയിലേക്ക് ഭയത്തോടും വികൃതിയോടും കൂടെ നോക്കാതെ പ്രത്യാശയോടുകൂടെ നോക്കുവാനായിട്ട് മാർപ്പാപ്പ എടുത്തു പറയുകയുണ്ടായി. COVID-19ൻ്റെയും യുദ്ധത്തിൻ്റെയും നാച്ചുറൽ കലാമിറ്റിയുടെയൊക്കെ പ്രത്യാഘാതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് പ്രത്യാശപൂർവ്വം യാത്ര ചെയ്യുവാനായിട്ട് മാർപ്പാപ്പ വീണ്ടും ഓർമ്മിപ്പിച്ചു. ഈ പ്രാർത്ഥനാ നിമിഷങ്ങളിൽ ഈ ധൂപത്തോടൊപ്പം നമ്മുടെ പ്രാർത്ഥനകളും നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. നമ്മുടെ നിയോഗങ്ങൾ വിശുദ്ധ പത്രോസ് ലീഹായുടെയും മറ്റ് മാർപ്പാപ്പമാരുടെയൊക്കെ മാധ്യസ്ഥത്താൽ ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. അവിടുത്തെ വലിയ അനുഗ്രഹങ്ങളാൽ കൃപയാൽ നിറയുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങാം. നമ്മുടെ പ്രാർത്ഥനകൾ, ഡീക്കൻ പ്രാർത്ഥനകൾ ഏറ്റു ചെല്ലുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. ഇന്ന് പ്രത്യേകമായിട്ട് മാർപ്പാപ്പയുടെ അനുഗ്രഹം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഈ നിമിഷം ഒരുങ്ങാം. Egli ha fatto il cielo e la terra. Amen.
പ്രാർത്ഥനകൾക്ക് ശേഷം മാർപ്പാപ്പ വിശ്വാസികളെ കണ്ട് അനുഗ്രഹിക്കുന്ന ഒരു പതിവുണ്ട്. പ്രത്യേകിച്ച് സൈഡുകളിലിരിക്കുന്നവർക്കൊക്കെ അനുഗ്രഹം കിട്ടാനായിട്ട് അവസരമുണ്ട്. കുട്ടികളെയൊക്കെ കാണുമ്പോൾ പ്രത്യേകമായിട്ട് ഒന്ന് അനുഗ്രഹിക്കാറുണ്ട്. മാർപ്പാപ്പയുടെ കരം ചുംബിക്കാനുള്ള അവസരം കിട്ടി. നമുക്കും ഈ ജൂബിലി വർഷത്തിനായിട്ട് ഒരുങ്ങാനായിട്ട് മാർപ്പാപ്പയുടെ ആഹ്വാനം സ്വീകരിക്കാം. വലിയ അനുഗ്രഹങ്ങളാൽ നിറയുവാനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.